ആദർശമാണ് ഞങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. എന്താലേ ആദർശമൊക്കെ ഇപ്പം എവിടെ പോയിന്നാവോ? VD സതീശന് വേണ്ടിയിട്ട് ഒത്താശ പാടി നിന്ന ആളുകളാ മുസ്ലിം ലീഗ്. എന്തൊരു ഗതികേടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പുറത്ത് സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്നെ വേറെ ഒരു വഴി നോക്കില്ല. അത് ഇനിയിപ്പോൾ എന്ത് ചപ്പിൻ്റെ സ്ഥാനങ്ങളാണ് ഇതിന് അതൊക്കെ ഏറ്റെടുക്കും. അതാണ് മുസ്ലിം ലീഗ് സ്ഥാനമാണ്. എന്തെങ്കിലും അധികാരം ഇങ്ങനെ അല്ലെങ്കിൽ ആകെ എന്തൊക്കെ ഇങ്ങോട്ട് വിരൽ പിടിച്ചുകൊണ്ട് ആകെ ചൂടുത്തുകൊണ്ടാണ് അറിയാം. പണ്ടില്ല ഇന്നലെ കർണാടകയിൽ നിന്ന് ദൂതന്മാർ വന്ന് ഓഫറുകൾ കൊടുത്തു. ഇനിയിപ്പോലായി ഇനിയിപ്പോൾ പണക്കാട് തങ്ങൾ നമ്മൾ നാടിൻ്റെ നന്മക്ക് നമ്മൾ കേരളത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്ന് സമീപനം പാലിച്ച് നമ്മൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയിപ്പിക്കും. ഇത്രേ ഉള്ളൂ. ഇവിടെ ഇനി അതല്ലാതെ ഇനി വീണ്ടും മുസ്ലിം ലീഗ് പറയണം ഞങ്ങൾ KC വേണുഗോപാലിനെ തന്നെ ആക്കുള്ളൂ, മാറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു എന്നുള്ള രീതിയിലാവും. അതെന്തായാലും വരാൻ പോലുള്ള കോൺഗ്രസ്സുകാരൻ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾക്ക് ഭരണം നടത്താനുള്ള കാര്യങ്ങൾ ഒക്കെ അത്യാവശ്യം ഉണ്ട്. പയ്യന്മാരുള്ള ബലം പിടിച്ചിലൊന്നും ഇപ്പോൾ മുസ്ലിം ലീഗുകാർ നടത്തൂല, മറ്റേ കോൺഗ്രസ്സുകാർ നടത്തൂല. കോൺഗ്രസ് ഇപ്പോൾ ഇനി മുസ്ലിം ലീഗ് പറഞ്ഞു കേട്ടിട്ട് അതിനനുസരിച്ച് ചെയ്ത അപ്പോൾ കോൺഗ്രസ് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേരിന് എന്ത് പ്രസക്തി? അതാണ് അവസ്ഥ. എന്താ ചെയ്യാല്ലേ? ഗതികേട് എന്നല്ല എന്താ പറയുക. ഇവരൊക്കെ കാര്യം നടത്തിയിട്ട് സ്ഥാനം KC വേണുഗോപാലിനാണെങ്കിൽ KC വേണുഗോപാലിനാക്കിയിട്ട് ഭരണം നടത്തി. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 89 ദിവസമായി. ഒരു കേരളത്തിൻ്റെ 9 ദിനങ്ങളാണ് കടന്നുപോയിട്ട് ഉള്ളത്. ഭരണചക്രം കടക്കാൻ ആളില്ലാതൊരു സംസ്ഥാനം ഒറ്റകക്ഷിയായിട്ട് വിജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. നോക്കണം ഇവിടെ എന്താണ് നോക്കേണ്ടത്? അധികാരം നോക്കുമ്പോൾ ഭരണകർത്താക്കൾ കൃത്യമായിരിക്കണം. ഈ രീതിയിൽ 5 വർഷം ഇവർ ഈ തമ്മിലടിച്ച് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ നാടിന് നേട്ടമുണ്ടാകുക? പ്രതിപക്ഷത്താണേലും ഭരണപക്ഷത്താണേലും നാടിൻ്റെ നന്മയാണ് ചെയ്യേണ്ടത്. എന്തായാലും UDFന് അതിന് കഴിയുമോ എന്നുള്ളത് ഞമ്മക്കറിയണം. എന്തായാലും നല്ല ഖുഷിയാണ് ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിന്. മറ്റേ ഡെയിലി ചിക്കൻ ബിരിയാണി, ആട് ബിരിയാണി, അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് ബിരിയാണിയൊക്കെ ഇന്നൊരു ഇതാണ്. അധികാരം കിട്ടാൻ ഇതാണ് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ. അപ്പോൾ മുസ്ലിം ലീഗിന് വല്ലാതെ പറ്റി വെക്കൂല. അതിനുള്ള തീരുമാനങ്ങളുടെ ഇനി വഴുകാതെ നിങ്ങൾക്കറിയാം. പിന്നെ കോൺഗ്രസ് ഇവർ പറയണ മാതിരി ഘടകകക്ഷികളൊക്കെ പറയുന്നതനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം. അതിൻ്റെ ഒപ്പം ഓക്കെ. മുഖ്യമന്ത്രി തർക്കത്തിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. KC വേണുഗോപാലിനായി സമ്മർദ്ദവുമായി കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാടെത്തി. കർണാടക നിയമസഭയിൽ ബാംഗ്ലൂർ KMCCക്ക് പ്രാതിനിധ്യം എന്നാണ് വാഗ്ദാനം. VD സതീശനായി ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനുനയ നീക്കം. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ, KC പക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ചയും സമ്മർദ്ദ തന്ത്രവും എന്നതാണ് ആരോപണം. എന്താണ്, എപ്പോഴായിരുന്നു സന്ദർശനം, എന്താണ് വിവരങ്ങൾ? അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ UDFന്റെ പ്രധാന ഘടകകക്ഷിയായ ലീഗിനെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ ഭൂരിഭാഗം MLA-മാരും KCക്ക് പിന്തുണ നൽകുമ്പോൾ ലീഗ് മുൻതൂക്കം നൽകുന്നത് VD സതീശനാണ്. ലീഗിന്റെ ആഗ്രഹവും VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. ആ കാര്യം ഹൈക്കമാൻഡിന്റെ ലീഗ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വഴി KCക്ക് വേണ്ടി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കർണാടകയിലെ ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി കൂടിയായ സമീർ അഹമ്മദാണ് ഇന്ന് പാണക്കാട് എത്തിയത്. ഉച്ചയോടുകൂടി അദ്ദേഹം പാണക്കാട് തങ്ങളെ സന്ദർശിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് KCക്ക് വേണ്ടി KC മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള കരുനീക്കമാണ് പാണക്കാട് എത്തി അവിടുത്തെ കർണാടക ന്യൂനപക്ഷ മന്ത്രി നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യുപകാരം എന്ന നിലയ്ക്ക് കർണാടകയിലെ ബംഗളൂരു MLC-യിലേക്ക് KMCCയുടെ ഒരു പ്രതിനിധിയെ അയക്കാമെന്നൊരു വാഗ്ദാനം കൂടിയാണ് ലീഗിന് മുൻപിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും